നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ വാർഷിക പ്രതിനിധി മണ്ഡല യോഗം സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ അറിയിച്ചു. സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. പ്രൊഫസർ എം തോമസ് മാത്യു ധ്യാന പ്രസംഗം നിർവഹിക്കും. വാർഷിക പ്രതിനിധി മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക്, ബജറ്റ് തുടങ്ങിയവ അടങ്ങുന്ന റിപ്പോർട്ട് ബുക്ക് എല്ലാ പ്രതിനിധികൾക്കും സഭാ ഓഫീസിൽ നിന്ന് അയച്ചു തുടങ്ങി. ഛത്തീസ്ഗഡ് ദുർഗിൽ സമർപ്പിത ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയെ അപലപിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ മതപരവും സാമൂഹികവുമായ വേർതിരിവില്ലാതെ സേവനം നടത്തുന്ന നിരപരാധികളായ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം നടപടികൾ മൗലിക അവകാശത്തിൻ്റെ നഗ്നമായ ലംഘനവും ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതുമാണെന്ന് സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കുറ്റപ്പെടുത്തി. രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്ന നീതി നിർവഹണം എല്ലാ പൗരർക്കും ലഭ്യമാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നിയമ പരിരക്ഷ നൽകുകയും നിരപരാധികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കന്യാസ്ത്രീകൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പാക്കി എത്രയും വേഗം അവരെ സ്വതന്ത്രരാക്കുകയും നീതി ഉറപ്പാക്കുകയും വേണമെന്ന് മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് തിരുവല്ലയിൽ വിവിധ സഭാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വിവിധ സഭാ അധ്യക്ഷർ, ജനപ്രതിനിധികൾ, മാർത്തോമ സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ ഉൾപ്പെടെ പങ്കെടുത്തു. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. തോമസ് മാർ തിമോഥെയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അറസ്റ്റിനെതിരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രാജ്ഭവൻ മൗനജാഥയിലും സമ്മേളനത്തിലും തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പയും സഭാജനങ്ങളും പങ്കെടുത്തു. വളരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ ശക്തമായ മുന്നേറ്റം ആവശ്യമാണെന്ന് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. നീതി മരിച്ചു പോകുന്ന കാലമാണിത്. നീതി നിഷേധത്തിനെതിരെ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്തോഷവും സമാധാനവും നൽകുന്നതായ, പ്രത്യാശ പകരുന്നതായ സ്നേഹവായ്പ വെളിപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു വസ്തുതയാണിത്. അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകുകയല്ല, പിന്നെയോ സധൈര്യം മുന്നോട്ട് പോയി ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ വരുവാനിരിക്കുന്ന നാശം വിട്ടൊഴിഞ്ഞ് മാറുവീൻ എന്നുള്ളതായ സന്ദേശം നൽകിക്കൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ളത്. ക്രൈസ്തവ വിശ്വാസികൾക്കും പ്രവർത്തകർക്കും എതിരെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും പോലീസ് നടപടികളും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആശാസ്യകരമല്ലെന്ന് മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോഥെയോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക പ്രതിനിധി സംഘ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭദ്രാസന വികാരി ജനറൽ വേറി റവറൻഡ് ഡോക്ടർ സാംസൺ എം ജേക്കബ്, സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് പി സി ജെയിംസ്, സഭാ ഭദ്രാസന സെക്രട്ടറി റവറൻഡ് അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ്, സംഘം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻഡ് ബനോജി കെ മാത്യു, ജോർജ് മാത്യു, സെക്രട്ടറി ജോസഫ് ഇലവമ്മൂട്, ട്രഷറർ ജോബി എം വർഗീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ബാബുക്കുട്ടി നാരകത്താനി, കേന്ദ്ര മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റവറൻഡ് സൈമൺ കുര്യൻ, കുരുവിള മാത്യൂസ്, ജീന ചെറിയാൻ, ജോസഫ് പീറ്റർ, മേഴ്സി തങ്കച്ചൻ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം ദ്വിതീയ വജ്ര ജൂബിലി തിളക്കത്തിൽ ഒരുക്കിയ സൺഡേ സ്കൂൾ അധ്യാപക സംഗമം പുനർസമർപ്പണ വേദിയായി. കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ ഒരുക്കിയ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3000-ലധികം അധ്യാപകർ പങ്കെടുത്തു. ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വചനത്തിൽ വേരൂന്നി വളരുന്ന സമൂഹം സാധ്യമാകണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഓർമ്മപ്പെടുത്തി. ദ്വിതീയ വജ്ര ജൂബിലി ലോഗോ പ്രകാശനവും സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വചനത്തോടുള്ള കൂറ് കുഞ്ഞുങ്ങളിൽ വളരണം. അധ്യാപകരുടെ സമർപ്പണവും മാതൃകാ ജീവിതവും പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, ഈസ് ഗോഡ്, സേവിയർ ആൻഡ് ലോർഡ്.
ഈ ഒരു വിശ്വാസത്തിൽ വേണം സഭ വളരാൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ. നിങ്ങളെ അതാണ് സഭ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ സഭയുടെ ഭാവിയും പ്രത്യാശയും നിങ്ങളാണ്. നിങ്ങളെങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കും ഈ സഭ. നിങ്ങളെങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങനെ ഇരിക്കും കുട്ടികൾ. നല്ല ഉത്കർഷമുള്ളവരായി അവരെ വളർത്തണം. ഈ സഭ ഒരു കൊച്ചു സഭയാണ്. എന്നാൽ അതിൽ താഴ്ന്നു പോകാതെ, തളർന്നു പോകാതെ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽപ്പാൻ കരുത്ത് പകർന്നു കൊടുക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രമാണ്. സൺഡേ സ്കൂൾ സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വിദ്യാഭ്യാസം പകർന്നു നൽകുകയാണ് ഇന്നിൻ്റെ ആവശ്യമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഡോക്ടർ ജോഷ്വ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലിത്ത മുഖ്യ സന്ദേശം നൽകി. മതബോധനം ഒരു തൊഴിലല്ല, അപരനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമാജം ജനറൽ സെക്രട്ടറി റവറൻഡ് സജീഷ് മാത്യു, റവറൻഡ് ഡോക്ടർ ഐക് ജോസഫ്, റവറൻഡ് ഡോക്ടർ ജി സാമുവൽ, റവറൻഡ് എബ്രഹാം തോമസ്, റവറൻഡ് ജോർജ് ചെറിയാൻ, റവറൻഡ് ഡോക്ടർ കെ വി തോമസ്, സമാജം വൈസ് പ്രസിഡന്റ് ടി ജി ജോൺസൺ, ട്രഷറർ മാത്യൂസൺ പി തോമസ്, പ്രിയ സൂസൻ ബിനു എന്നിവർ പ്രസംഗിച്ചു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ സാധ്യതകളാക്കി മാറ്റണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത കാവും ഭാഗം എബനേസർ മാർത്തോമാ പള്ളിയിൽ നടന്ന ദിരണം മാരാമൺ ഭദ്രാസന വാർഷിക അസംബ്ലിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മെത്രാപ്പൊലിത്ത. ക്രിസ്തുഭാവം പ്രവർത്തനങ്ങളെ അടയാളപ്പെടുത്തണമെന്നും മെത്രാപ്പൊലിത്ത ഉദ്ബോധിപ്പിച്ചു. റവറൻഡ് ഡോക്ടർ എബ്രഹാം മാത്യു ധ്യാന പ്രസംഗം നടത്തി. 2024-25 വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഭദ്രാസന സെക്രട്ടറി റവറൻഡ് മാത്യൂസ് എ മാത്യു അവതരിപ്പിച്ചു. ട്രഷറർ അനീഷ് കുന്നപ്പുഴ പുതിയ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ അനുഗ്രഹതീരം, ലഹരി വിരുദ്ധ കൗൺസിലിംഗ്, കുടുംബ ശാക്തീകരണ കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾക്കായി ഡി അഡിക്ഷൻ ആൻഡ് ഫാമിലി എൻറിച്ച്മെന്റ് സെന്റർ, അർത്തിശ്ശേരി മിഷൻ സെന്റർ, കോതകുളം പരിസ്ഥിതി ബോധ കേന്ദ്രം, ഒറീസയിലെ പുതിയ സ്കൂൾ നിർമ്മാണം, വിവാഹ, വിദ്യാഭ്യാസ, വൈദ്യ സഹായങ്ങൾ, സൗജന്യ ഡയാലിസിസ് പദ്ധതി തുടങ്ങി നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന 8.5 കോടി രൂപയുടെ ബജറ്റ് യോഗം അംഗീകരിച്ചു. വികാരി ജനറൽ വെറി റവറൻഡ് മാത്യു ജോൺ, സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, ഭദ്രാസന സെക്രട്ടറി റവറൻഡ് മാത്യൂസ് എ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, മാർത്തോമാ മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറി റവറൻഡ് കെ ഇ ഗീവർഗീസ്, ലിനോജ് ചാക്കോ, ബിനു ജോൺ, സി തോമസ്, റവറൻഡ് മാത്യു കെ ജാക്സൺ എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസനത്തിലെ മികച്ച സൺഡേ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ സൺഡേ സ്കൂളിനും മികച്ച സെന്ററായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവല്ല വെസ്റ്റ് സെന്ററിനും മെത്രാപ്പൊലിത്ത ട്രോഫികൾ സമ്മാനിച്ചു. മാർത്തോമ സഭ അടൂർ ഭദ്രാസന നേതൃത്വത്തിൽ മണിപ്പൂർ കുട്ടികളുടെ പുനരധിവാസത്തിനായി കലയപുരത്ത് 1 കോടി രൂപ ചെലവിൽ കെയർ ഹോം നിർമ്മിക്കും. ഇതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന 8.95 കോടി രൂപയുടെ ബജറ്റ് ഭദ്രാസന വാർഷിക അസംബ്ലി പാസാക്കി. മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപയും വവ്വക്കാവ് ശാന്തി മന്ദിരം കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. മണക്കാലയിൽ 50 ലക്ഷം രൂപ ചെലവിൽ സൗജന്യ ഡയാലിസിസ് പദ്ധതി വിപുലീകരിക്കും. 4 മെഷീനുകൾ സ്ഥാപിച്ച് പ്രതിദിനം 10 പേർക്ക് സൗജന്യ ഡയാലിസിസ് നൽകും. ഡി അഡിക്ഷൻ സെന്റർ ക്യാമ്പസ് വിപുലീകരണത്തിന് പെരിങ്ങനാട് 2 ഏക്കർ സ്ഥലം വാങ്ങും. സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് ഭക്ഷണം നൽകുന്ന സ്നേഹമന്ന പദ്ധതി കായംകുളം സർക്കാർ ആശുപത്രിയിലേക്ക് വ്യാപിപ്പിക്കും. ഭദ്രാസന ട്രഷറർ ബിനു പി രാജൻ ബജറ്റ് അവതരിപ്പിച്ചു. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. റവറൻ തോമസ് മാത്യു ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വികാരി ജനറൽമാരായ വെരി റവറൻ കെ വി ചെറിയാൻ, വെരി റവറൻ ടി കെ മാത്യു എന്നിവർ പ്രസംഗിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിൽ 50 വർഷം പൂർത്തിയാക്കിയവരെയും വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചവരെയും ഉന്നത വിജയികളെയും സമ്മേളനം അനുമോദിച്ചു. മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വായനയാണ് ലഹരി ക്യാമ്പയിൻ 10 സ്കൂളുകൾ പിന്നിട്ടു. ബോധവൽക്കരണ ക്ലാസ്, ഹ്രസ്വ നാടകം, പപ്പറ്റ് ഷോ, ക്വിസ്, ഒപ്പുശേഖരണം എന്നിവയാണ് ആദ്യഘട്ടം സംഘടിപ്പിക്കുന്നത്. മാർത്തോമ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നം, സെന്റ് മേരീസ് UP സ്കൂൾ ഉമ്മിക്കൊപ്പ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിസ്മം, മാർത്തോമ ഹൈസ്കൂൾ മേക്കൊഴൂർ, ഗുരുകുലം ഹൈസ്കൂൾ ഇടക്കുളം എന്നീ വിദ്യാലയങ്ങൾ ഈ ആഴ്ച ക്യാമ്പയിന് വേദിയായി. വെച്ചുച്ചിറ കുന്നത്ത് മലയാള മനോരമ നല്ല പാഠം കോർഡിനേറ്റർ മനേഷ് മോഹൻ, ഉമ്മിക്കൊപ്പയിൽ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി തെക്കേക്കൂറ്റ്, കിസ്മത്ത് റാന്നി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയൻ, മേഖൊഴൂരിൽ പത്തനംതിട്ട നർക്കോട്ടിക് സെൽ SI ജയചന്ദ്രൻ S,
ഇടക്കുളത്ത് മാർത്തോമ B.Ed കോളേജ് പ്രിൻസിപ്പൽ മിനി ജോർജ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. കാർഡ് ഡയറക്ടർ റവറൻഡ് ഷിബു സാമുവൽ വിവിധ പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു. മലയാലപ്പുഴ നവജീവൻ ഡി-അഡിക്ഷൻ സെന്റർ കാഹളം മുഴങ്ങട്ടെ എന്ന തെരുവ് നാടകത്തിനും ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. റവറൻഡ് ഷൈൻ എൻ ജേക്കബ്, വിക്ടർ ടി തോമസ്, ഷൈജു മോഹൻ, സ്റ്റീഫൻസൺ ജേക്കബ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. മാർത്തോമ സഭ ഡൽഹി ഭദ്രാസനത്തിന്റെ വാർഷിക അസംബ്ലി ന്യൂഡൽഹി സെന്റ് തോമസ് പള്ളിയിൽ സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രയം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. സഭയുടെ ദൗത്യം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിർവഹിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. മതബഹുല സമൂഹത്തിൽ ദൗത്യ നിർവഹണത്തിൽ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വികാരി ജനറൽ വെരി റവറൻഡ് ഡാനിയൽ തോമസ്, ടൈറ്റസ് എബ്രഹാം, ലിസി റെജി എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. റവറൻഡ് ഷൈജു സി ജോയ് ധ്യാന പ്രസംഗം നടത്തി. 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ഭദ്രാസന സെക്രട്ടറി റവറൻഡ് സാം എബ്രഹാം അവതരിപ്പിച്ചു. 2025-26 3 കോടിയുടെ ബജറ്റ് ഭദ്രാസന ട്രഷറർ AJ ഫിലിപ്പ് അവതരിപ്പിച്ചു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന നവോദയ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. താനെ ഇടവകയിൽ നടത്തിയ ക്യാമ്പിൽ 80-ലധികം വോളണ്ടിയേഴ്സ് പങ്കെടുത്തു. സ്വിച്ച് ഇന്ത്യ മൂവ്മെന്റ്, വാവിക്കർ ഐ ഹോസ്പിറ്റൽ ഡോക്ടർമാരും വോളണ്ടിയേഴ്സും നേതൃത്വം നൽകി. ജനാധിപത്യപരമായ വ്യവഹാരമാണ് വിദ്യാഭ്യാസ മേഖലയിൽ രൂപപ്പെടേണ്ടതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് സ്ഥാപക ദിന ആചരണത്തോടനുബന്ധിച്ച് കുറുന്തോട്ടിക്കൽ അച്ഛൻ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തിന്റെ യുക്തിയും ചരിത്ര വസ്തുതകളും മുൻനിർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലെ നിരീക്ഷണങ്ങൾ പുരോഗമിക്കേണ്ടത്. ഐതിഹ്യങ്ങളും പുരാണങ്ങളും പുരാതന രചനകളുമാണ് ശരിയെന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും ചിന്തകളും സമൂഹത്തെ പിന്നോക്കം നടത്തുകയും അരാഷ്ട്രീയ ചിന്തകൾ വളർത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് മാർ ബർദവാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കെ അലക്സ് ആമുഖ പ്രഭാഷണം നടത്തി. കോളേജിൽ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കോളേജ് മാനേജർ നിർവഹിച്ചു. മികച്ച വിദ്യാർത്ഥി സംരംഭകർക്കായി ഏർപ്പെടുത്തിയ സാന്തോം യുവ സംരംഭക പുരസ്കാരം ഹർഷ എസ് കുമാറിന് സമ്മാനിച്ചു. ദേശീയ, സംസ്ഥാന, സർവകലാശാല തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. PhD കരസ്ഥമാക്കിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഗവേഷണ മാർഗദർശികളെയും ആദരിച്ചു. റവറൻഡ് എബ്രഹാം തോമസ്, ഷൈനു കോശി, ഡോക്ടർ റെജി കെ തരിയൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ഷാലോം.